പരിചയമാണ്. അത്യാവശ്യം നമ്മുടെ ആണുങ്ങളൊന്നും ഇങ്ങനെ കള്ളു കുടിച്ച് ഇങ്ങനെ കൊഴുത്തു പിടിച്ച് നടക്കുന്ന സാധനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി വലിയ പരിചയം ഗ്രാഹ്യങ്ങളൊന്നുമില്ല. ബിയറൊക്കെ കേട്ടിട്ടുണ്ട്, ബിയറൊക്കെ കഴിക്കുന്ന ആളുകളെ കണ്ടിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും ഇങ്ങനത്തെ ഒരു ഭ്രാന്തില്ല. ഓർത്തോക്ക് വളരെ അഭിമാനത്തോടു കൂടി കൊഞ്ചി കുഴഞ്ഞ് കൂത്തടിച്ച് അങ്ങ് പറയുകയാണ്, ഞാൻ മാജിക് മൊമെന്റ്സിന്റെ ആളാണ്, എന്റെ ബ്രാൻഡ് മാജിക് മൊമെന്റ്സ് ആണ്, എന്റെ വിലയൊക്കെ നല്ല എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതൊക്കെ പിള്ളേർക്ക് അറിയുള്ളൂ, അവന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ്. എനിവേ, വിലയുടെ കാര്യം ഞാൻ പറയുന്നില്ല. കഴിക്കാൻ ആഹാരമില്ലാതെ, കുട്ടികളെ നോക്കാൻ പറ്റാതെ, കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ നിസ്സഹായായി നിന്ന ഒരു അമ്മയെ സഹായിച്ച മന്ദബുദ്ധികളെ ഈ കാണിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടോ? എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അവരധ്വാനിക്കുന്നു, അവർ ജീവിക്കുന്നു, അവരധ്വാനിക്കുന്നു, അവർ കുടിക്കുന്നു. ഇതേപോലൊരു കുടിയൻ ഉണ്ടായിരുന്നു. ആ കുടിയന്റെ കുടി കൊണ്ടാണ് അവനൊരു വീട് പോലും ഉണ്ടാക്കി വെക്കാൻ സാധിക്കാതെ മരണപ്പെട്ടു പോയപ്പോ അവന്റെ പെണ്ടാട്ടിയെ നിങ്ങൾക്കൊക്കെ തലയിൽ ചുമക്കേണ്ടി വന്നത്. ഋതപ്പനെ പറയുന്നില്ല, അവൻ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റുമോ? അവനെ ഞങ്ങൾ നാളെ പോകാം. ഈ കുഞ്ഞിനെ എവിടെ ഇട്ടിട്ട് പോകും? ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോകണം. ഈ ഉത്തരവാദിത്തപ്പെട്ട ഇവിടെ താമസിക്കുന്നവരാരും വാ. എനിക്കതേ പറയാനുള്ളൂ. ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്താനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അതുകൊണ്ട് എന്താ പറയുന്നത്, സ്വർഗം പോലെ തുള്ളിച്ചാടുന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ. ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ, വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോടെ താമസിപ്പിക്കുക. ഈ 5.5 വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും? പറയണോ? താനൊക്കെ പറ. ഇപ്പോ മോള് ഏവന്റെ കൂടെ പോയി ഉണ്ടാക്കിയ കൊച്ചിനെ നാട്ടുകാര് നോക്കണോ? എന്താ ഇപ്പോ മകനും മകളും അല്ലെങ്കിൽ മകളും മകളുടെ കുഞ്ഞും ഒറ്റപ്പെട്ടു പോയി, സൊസൈറ്റിയിലല്ല ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി. നല്ല തന്തയാണെങ്കിൽ ചേർത്ത് പിടിച്ച് മാറി താമസിക്കുകയാണ് വേണ്ട. ഇത്രയധികം കോൺട്രവേഴ്സി വന്ന് ഇത്രയും ബാക്കി തർക്കങ്ങളൊക്കെ വന്നെടുത്ത് നീ അവിടെ കിടക്കണ്ട, എന്നെ കൊണ്ട് ആരോഗ്യമുണ്ട്, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കും എന്നത് പറയുന്നിടത്ത് തന്ത എന്താ പറയണേ? ഞങ്ങളങ്ങ് മാറിയാൽ ആ കുട്ടിയെ വേറെ ആര് നോക്കും? നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടങ്ങ് മാറുക. നിങ്ങളെന്തിനാ ആ കൊച്ചിനെ അവിടെ വളർത്തിയിട്ട് പോകുന്നേ? ഇതൊക്കെ നമ്മൾ മുമ്പ് പലയിടങ്ങളിൽ പറഞ്ഞതാണ്. കള്ളും കുടിച്ച് പേത്ത് നടക്കുന്ന ഒരു മകളെ മൂക്കുകയറിടാൻ തന്തയ്ക്ക് പറ്റത്തില്ല. എന്തെന്നറിയാം? തന്ത ഇതിനെക്കാട്ടും വലിയ കില്ലാടിയാ. അയാളുടെ ബ്രാൻഡ് ഏതൊന്നും കൂടെ അറിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ മൊത്തം കള്ളുകുടി കുടുംബം. ഇത് എന്തുകൊണ്ട് നമ്മൾ പറയണു? നിങ്ങൾക്ക് അസൂയാണോ, നിങ്ങൾക്ക് അതാണോ ഇതാണോ എന്നൊക്കെ കമന്റ്സിൽ ഒരുപാട് പേര് ഒന്ന് തൊലിക്കുന്നുണ്ടായിരുന്നു. ഈ തൊലിക്കുന്നവരോടത്തോടെ ഞാൻ പറയുന്നതാണേ, നിങ്ങൾ അവിടെ തൊലിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുള്ള, നിങ്ങളുടെ മൈൻഡ് സെറ്റ് അല്ല എൻ്റെത്. ഇപ്പം ഞാൻ ഒരാളെ സഹായിക്കുമ്പോൾ അയാൾ തിരിഞ്ഞു കടിക്കുകയും അയാൾ മോശം പറയുകയും, ഇപ്പൊ എനിക്ക് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് എൻ്റെ നാട്ടിൽ, ഒരു ഏക്കറോളം ഉണ്ട്. അതിലൊരു 10 സെന്റ് ഞാൻ ഒരാൾക്ക് മനസ്സ് ആരെങ്കിലും കൊടുക്കുകയാണ്, ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് എന്നെ കൊക്കുറി കാണിക്കുകയും രാവിലെ എഴുന്നേറ്റ് ചീത്ത വിളിക്കുകയും രാത്രി കള്ളും കുടിച്ചിട്ട് തുണി നോക്കി കാണിക്കുകയൊക്കെ ചെയ്താൽ എനിക്കുണ്ടാവുന്ന ദേഷ്യം എത്രത്തോളം ആയിരിക്കും? ഇഷ്ടതാണെങ്കിൽ മിനിറ്റിൽ ഞാനത് ഡിലീറ്റ് ചെയ്യും, ഞാൻ ഇറക്കി വിടും, ഒരു തർക്കവും വേണ്ട. അതേസമയം ബിഷപ്പിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ബിഷപ്പ് കേൾക്കൂല, ചെയ്യൂല. അങ്ങേര് പറയണത് അത് ഞാൻ കൊടുത്തത് തന്നെ. അപ്പൊ ഞാനും പറഞ്ഞു അനുഭവിച്ചോ, അത്രേ ഉള്ളൂ.